മാതാപിതാക്കളെ സ്നേഹിച്ചാൽ മാറാരോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കഴിയുമോ എന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായി നമ്മുടെ ഒരു സഹോദരൻ ബോംബെയിലുള്ള കുർള എന്ന സ്ഥലത്തിനടുത്ത് സാക്കിനാക്കയിൽ ജീവിക്കുന്ന പ്രവീൺ ദത്തയാണ് ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് 35-40 വയസ്സുള്ള സമയത്ത് സുഖമായി കഴിഞ്ഞിരുന്ന വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ഒരു സ്ത്രീ വരികയാണ്. അവരുമായി മാതാപിതാക്കൾ സ്വരച്ചേർച്ചയില്ലാതായി. അവസാനം അത് വലിയൊരു പ്രശ്നമായി. തമ്മിൽ വഴക്കും വക്കാണക്കുമായി. ഭാര്യയ്ക്ക് അനുകൂലമായി നിൽക്കേണ്ട അവസ്ഥ ഈ പ്രവീണിന് വന്നു. അങ്ങനെ മാതാപിതാക്കളുമായി സംസാരിച്ചിട്ട് അവർ അനാഥാലയത്തിൽ കൊണ്ട് ചെന്നാക്കാൻ ഒരു തീരുമാനമെടുത്തു. ആദ്യം അവർ അത് സമ്മതിച്ചില്ല. പിന്നെ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി കുർളയിൽ തന്നെയുള്ള ഒരു അനാഥാലയത്തിൽ കൊണ്ടു ചെന്നാക്കി. ഇവരെ കൊണ്ടു ചെന്നാക്കിയ ശേഷം പിന്നെ ഇയാളുടെ ശരീരത്തിൽ കൈകാലുകളിലൊക്കെ ചെറിയ വ്രണങ്ങൾ പോലെ ചെറിയ അസുഖങ്ങൾ വന്നു. അങ്ങനെ പലവിധ ഡോക്ടർമാരെയും വൈദ്യന്മാരൊക്കെ കാണിച്ചു. ചില വൈദ്യങ്ങളൊക്കെ മുന്നോട്ട് പോയി, എങ്കിലും മാറാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത്, അവിടെ ബോംബെയിൽ ബാബമാരുള്ള സ്ഥലമാണല്ലോ, ഒരു ബാബയെ കണ്ടു. അയാൾക്ക് ഞാൻ കൊടുക്കാറൊക്കെ ഉണ്ട്, ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഒരു ദിവസം അയാൾക്ക് പൈസ കൊടുക്കുമ്പോൾ ഇവരുടെ ശരീരത്തിലേക്ക് ആ ബാബ ശ്രദ്ധിച്ചു. അങ്ങനെ ബാബ ചോദിച്ചു ഇയാളോട് ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞു. താങ്കളുടെ അടുത്ത് എന്തെങ്കിലും മരുന്നുണ്ടോ, അല്പം തന്നാൽ എനിക്ക് നന്നായിരുന്നു, ഭയങ്കര വേദനയും ചൊറിച്ചിലൊക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ബാബ ഇയാളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ കൂട്ടത്തിൽ മാതാപിതാക്കളുമായി ഈ പിണക്കത്തിൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ ബാബ പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങൾ മാതാപിതാക്കളുമായി സ്നേഹത്തിലാവുക, പറ്റുമെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഈ വിവരം ഇദ്ദേഹം ഭാര്യയോട് പറഞ്ഞപ്പോൾ ഇയാളുടെ അസുഖത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ, അപ്പം ഇത് പരീക്ഷിക്കാമെന്ന് കരുതി ഇവർ അനാഥാലയത്തിലേക്ക് ചെന്നു. ചെല്ലുമ്പോൾ അവിടെ ഇവർ രണ്ടുപേരും കളിച്ചിരി, അതായത് ഈ മാതാപിതാക്കൾ അങ്ങനെ അവശയായ മാതാപിതാക്കളല്ല, ആരോഗ്യമുള്ളവരാണ്. അവരെ കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇവർ കയറി ചെന്നത്. മനെ കണ്ടുകൊണ്ട് ഇവിടെ എഴുന്നേറ്റ് മകനെ തൊട്ടുരുമി കവളിലും കയ്യിലൊക്കെ ഉമ്മ ഒക്കെ കൊടുത്തിരിക്കുമ്പോൾ അവർ ഇതൊക്കെ കണ്ടപ്പോൾ എന്ത് പറ്റിയെന്ന പ്രശ്നത്തോട് ചോദിച്ചു. അപ്പോൾ ഇവർ ഈ സമയത്ത് മകൻ വരുന്ന സമയത്ത് ഇവർ ഒരു ഫോട്ടോ നോക്കിയിരുന്നിരുന്നു. അപ്പോൾ മകനെ കണ്ടപ്പോൾ ഇവർ തിരിച്ച് വെച്ചിരുന്നു. അപ്പോൾ മകൻ്റെ ശ്രദ്ധയിൽ ഫോട്ടോ ഇട്ടപ്പോൾ അത് എടുത്ത് നോക്കിയപ്പോൾ അത് അയാളുടെ ഫോട്ടോ ആയിരുന്നു. കൂട്ടത്തിൽ അടുത്ത സൈഡിൽ ചെറിയ കാലങ്ങളിൽ ഇയാൾ കളിക്കാൻ വാങ്ങിച്ചു കൊടുത്ത കളിപ്പാട്ടങ്ങൾ പൊട്ടിയതും പൊളിഞ്ഞതും ഒക്കെ അവർ അന്ന് പോരുമ്പോൾ മകൻ കാണാതെ കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ടപ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമം തോന്നി. കണ്ണീരോടുകൂടെ മാതാപിതാക്കളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഒരാഴ്ച കഴിയും തോറും ഇയാളുടെ ഈ അച്ഛനും അമ്മയും ഒക്കെ ഇയാളുടെ മുഖത്തും കൈ കാലുകളിലൊക്കെ തടവി കൊടുക്കും. അങ്ങനെ മാറി മാറി ഒരാഴ്ച കഴിഞ്ഞ് ഒരു മാസം ആകുമ്പോഴത്തേക്ക് ഇയാൾ പൂർണ്ണമായി രോഗമുക്തി ഇയാൾക്ക് ലഭിച്ചു എന്നതാണ് ഇയാൾ പറഞ്ഞ കഥ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളെ സ്നേഹിച്ചാൽ നമുക്ക് ലഭിക്കാത്തതൊന്നുമില്ല. ഈ കഥയുടെ കൂടെ കൂട്ടി വായിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരു ലോകം കേട്ട ഏറ്റവും വലിയ മഹത് വാക്യമാണ്. അത് ഇങ്ങനെയാണ്: മാതാപിതാക്കളുടെ കാലണ്ടടിയിലാണ് മക്കളുടെ സ്വർഗം എന്ന്.